ഹലോ ഗായ്സ്, അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമുക്ക് സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മളെ റിച്ചുട്ടൻ ഇന്ന് സ്കൂളിൽ നിന്ന് ഒരു കുഞ്ഞു ട്രിപ്പ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു വ്ളോഗാക്കി ഇട്ടാലോ എന്ന് കേട്ടോ. അപ്പോൾ ഞാനവന് ഫുഡൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. ഫുഡ് ഇനിയിപ്പോൾ ഇവിടുന്ന് പോയാൽ ഫുഡ് കഴിക്കലൊക്കെ കണക്കാക്കാരം. ഫുഡൊക്കെ ഉച്ചയ്ക്കും എല്ലാതും ഇല്ലാതെ അവർ കൊടുക്കും കേട്ടോ. പക്ഷെ ഇവർ കഴിക്കലൊക്കെ കണക്ക് തന്നെ ഇക്കാരം. അപ്പം ഞാൻ വയറ് നിറച്ച് ഫുഡൊക്കെ കൊടുക്കണ്ട കേട്ടോ. ഇനി അത് ഇങ്ങോട്ട് തന്നെ കൊട്ടുമോ എന്നുള്ളതൊന്നും പറയാൻ പറ്റൂല. അപ്പം ഞാൻ ഒരാഴ്ച ആയിരുന്നു കേട്ടോ എന്നോട് ഈ ടൂറിൻ്റെ കൂട്ടം പറയുന്നത്. അപ്പം ഞാൻ പോകണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യമൊക്കെ കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഓനത് നോക്കേ എന്നുള്ളതിൽ പിന്നെ ടീച്ചറോട് പോയി പറഞ്ഞിരുന്നു. ടീച്ചറെ എൻ്റെ അമ്മയും വാപ്പയും പോണ്ടെന്ന് പറഞ്ഞിരിക്കണമെന്നൊക്കെ. അപ്പം ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞു അവന് നല്ല താല്പര്യമുണ്ട്, ഞങ്ങൾ നോക്കിക്കൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു കേട്ടോ. അപ്പം പിന്നെ എന്നാൽ ഓക്കെ, അവൻ്റെ ഫ്രണ്ട്സും ഉണ്ട്. അപ്പം പിന്നെ അങ്ങനെ പെട്ടെന്നില്ലൊരു തീരുമാനമായിരുന്നു കേട്ടോ ഇന്നലെ. അപ്പോൾ അങ്ങനെ ആയിട്ട് എന്നാൽ ഓക്കെ എന്നുള്ള രീതിക്ക് ഇന്നലെ എല്ലാം സെറ്റാക്കിട്ടോ. അപ്പം ഞാനവനോട് ഓരോ കാര്യങ്ങൾ പറയുന്നു കേട്ടോ. കൈ പുറത്തേക്കിടരുതേ, വണ്ടി കൂടി ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കരുതേ എന്നൊക്കെ പറഞ്ഞ് ഫുള്ള് ഉപദേശങ്ങളാട്ടോ. ലാസ്റ്റ് എനിക്ക് എന്നെ വെറുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതെന്താ മച്ചി ഏതോ നിർത്ത് എനിക്കറിയാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാനതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഡ്രസ്സും ഓനെ ഇട്ട് കൊടുത്തതിന് ശേഷം കേട്ടോ ഫുഡ് കൊടുത്ത്. നമ്മൾ വാരി കൊടുക്കല്ലേ, അപ്പം ദേഹത്തൊന്നും ആവില്ലല്ലോ. അപ്പോൾ പിന്നെ മുടിയൊക്കെ വാരി കൊടുത്ത്. പിന്നെ ടാഗ് നിർബന്ധമാണെന്ന് പറഞ്ഞിരുന്നു. യൂണിഫോം വേണമെന്നില്ല, ടാഗ് എന്തായാലും ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ടാഗൊക്കെ ഇട്ട് കൊടുത്ത്. പിന്നെ അതിന് ശേഷം ഞാൻ കുറച്ച് ബിസ്ക്കറ്റ്, ലൈസ് അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ മേടിച്ചിരുന്നു കേട്ടോ. ഇനി വണ്ടിയിൽ നിന്ന് കഴിക്കണമെങ്കിൽ കഴിച്ചോട്ടെ വെച്ചിട്ട് കേട്ടോ. ടീച്ചർ പറഞ്ഞിരുന്നു ഒന്നും ആവശ്യമില്ല, ബിസ്ക്കറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് കരുതിയിട്ട് കുറച്ച് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുപ്പി വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പറഞ്ഞിരുന്നു ടീച്ചർ 2 കവർ വേണമെന്ന്. ഇനിയിപ്പോൾ കുട്ടികൾ ഛർദിക്ക് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വെച്ചിട്ടായിരിക്കാം. അപ്പം ഞാൻ അതുകൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരാളിവിടെ നല്ല ഡാൻസ് കേട്ടോ. ഇത് പെട്ടെന്നല്ലേ ഇതല്ലാതെ ശരിയായത്. അവനെന്തായാലും പോകാൻ പറ്റില്ല എന്നാട്ടോ കരുതിയത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ആൾ. അപ്പോൾ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ തൃശ്ശൂരിക്കാണ് പോകണമെന്ന് പറഞ്ഞിരുന്നു. തൃശ്ശൂർ 2-3 സ്ഥലത്തേക്ക് പോകുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം ഏകദേശം ഇപ്പോൾ ഒരു 7 മണി കഴിഞ്ഞു. ഒരു 7:45 ആകുമ്പോൾ സ്കൂളിലെത്തണം എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ് കേട്ടോ. ഇക്കാൻ്റെ വീട്ടിലാണെന്ന് വെച്ചെങ്കിൽ ഇക്ക കൊണ്ടാക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ അനിയൻ മാത്രമേ ഉള്ളൂ കേട്ടോ. വാപ്പ മീനിന് പോയിട്ടുണ്ട്, കച്ചവടത്തിന് പോയിട്ടുണ്ട്. അപ്പോൾ ഞാനും അനിയനും പാടെയാണ് റിച്ചുട്ടനെ കൊണ്ടാക്കാൻ പോകുന്നത് സ്കൂൾക്ക്. ഇനി അവന് തിരിച്ചു വന്നിട്ട് കോളേജിലേക്ക് പോവുകയൊക്കെ വേണം. അപ്പോൾ നല്ല കാറ്റും നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. 7:30, 7:45 ആ സമയത്തല്ലേ പോണത്. അപ്പം നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. അവനാണെങ്കിൽ നല്ല സ്പീഡിലാവുകയാണ് കേട്ടോ. അവിടെ എത്തണ വരെ ഞാൻ അവനോട് പറയുന്നു മെല്ലെ മോനോ, മെല്ലെ പോകുന്നുണ്ട് കേട്ടോ എന്നൊക്കെ. അപ്പോൾ നമ്മൾ റിച്ചുട്ടൻ്റെ സ്കൂളിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് റിച്ചുട്ടൻ്റെ സ്കൂള്. ഇവിടേക്ക് പ്ലാക്കൂഡ് എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ പ്ലാക്കൂഡ് സ്കൂൾ എന്നിട്ട് അവിടെ പറയാം. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും വരുന്നതേ ഉള്ളൂ, നമ്മൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കണുള്ളൂ കേട്ടോ. ഇതാണ് അവൻ്റെ ക്ലാസ് ഇതാ ഇവിടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തർ ഉമ്മമാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചെന്നതിന് ശേഷമാണ് കുറേ ആൾക്കാർ വന്നിട്ടുള്ളത് കേട്ടോ. എല്ലാവരും കുട്ടികളൊപ്പം ഉമ്മമാരും വന്നിട്ടുണ്ട് കേട്ടോ. അവർ പോണ കാണാനായിരിക്കും. അപ്പോൾ റിച്ചുട്ടൻ അതാ ബസ് വരുന്നുണ്ടിട്ട് നല്ല സന്തോഷമായിട്ടോ. അവന് ഇങ്ങനെയൊക്കെ പോണത് ഭയങ്കര ഇഷ്ടമാണ്. ഒന്നാമത്തെ കാര്യം ഫ്രണ്ട്സുകളൊപ്പമൊക്കെ പോകാറുണ്ട്, നമുക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമല്ലേ. അപ്പോൾ നമ്മളായിട്ട് അതെന്തിനാ മുടക്കണ് അല്ലേ? അതൊരു സന്തോഷമുള്ള ഒരു കാര്യമല്ലേ. അപ്പോൾ വണ്ടി വന്നപ്പോൾ തന്നെ കുട്ടികളെല്ലാവരും പാടെ നല്ല തുള്ളിച്ചാടല കേട്ടോ.
അതിൻ്റെ ഇടയിൽ റിച്ചിട്ട വന്നിട്ട് ഉമ്മച്ചിക്ക് ഒരു ഉമ്മ തരട്ടെ എന്നൊക്കെ ചോദിച്ചാൽ ഉമ്മയൊക്കെ തരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഓരോന്ന് പറഞ്ഞു കൊടുക്കുക, എപ്പത്തെയും പോലെ ഉപദേശം. അത് കേട്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ അവന്. പിന്നെ ടീച്ചർ വണ്ടിയുടെ അവിടേക്ക് എല്ലാവരും വിളിച്ചിട്ട് പേരെഴുതിയിട്ടുണ്ടായിരുന്നു. ടീച്ചർ ക്ലാസ്സിൽ വിളിക്കുന്ന പോലെ ഹാജർ പോലെ എല്ലാവരും പറഞ്ഞതിന് ശേഷം വണ്ടിയുടെ ഉള്ളിൽ കയറാൻ വേണ്ടി പറഞ്ഞിരുന്നു. എത്ര ആൾ പോകുന്നുണ്ട്, ആരൊക്കെ വരാത്തുണ്ട് എന്നൊക്കെ അറിയാനായിരിക്കും. അങ്ങനെ കുറച്ച് നേരം കുട്ടികളോട് വരിക്ക് നിൽക്കാനൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ കുറച്ച് നേരം അങ്ങനെ നിന്നു കേട്ടോ. അപ്പം ഞാൻ മോനെ അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, എനിക്ക് സ്കൂൾക്ക് പോകണം, വീട്ടിലേക്ക് പോയിട്ട് കുളിക്കൊക്കെ വേണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഏതായാലും ഇതുവരെ വന്നില്ലേ, അവർ പോണ കണ്ടിട്ട് പോവാമെന്ന് കരുതി കുറച്ച് സമയം അവിടെ തന്നെ നിന്നു കേട്ടോ. അപ്പത്തിന് ഏകദേശം എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തു. 2-3 കുട്ടികൾ വരാനുണ്ടായിരുന്നു. അവരെ വെയിറ്റ് ചെയ്തിട്ട് കുറച്ച് നേരമൊക്കെ നിന്നു. റിച്ചുട്ടന് ഈ ഒരു സൈഡിലായിട്ട് കേട്ടോ, പക്ഷെ അപ്പുറത്തെ സൈഡിലാണ് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ അപ്പുറത്തെ സൈഡിൽ പോയിട്ടോ എന്നിട്ട് അവൻ്റെ ഫ്രണ്ട്സുകളോടൊക്കെ പറഞ്ഞു, പിന്നെ അവനെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെ സംസാരിച്ചിട്ട് പിന്നെ ഇതാളതാ അവിടെ നിൽക്കണം കേട്ടോ. ഞാൻ നേരെ കാണാൻ വേണ്ടി ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ. നല്ല സന്തോഷത്തിലെ ആൾ. ഇനിയിപ്പോൾ എപ്പോഴാണ് വരിക എന്നുള്ളത് ഏകദേശം രാത്രി ആകെ ഉണ്ടാവും. തൃശ്ശൂരിക്കല്ലേ പോകണം, പിന്നെ 2-3 സ്ഥലത്തൊക്കെ പോവുക കാരണം എന്തായാലും രാത്രി ആകെ ഉണ്ടാവും. പിന്നെ അതാ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് കേട്ടോ അവർ. എല്ലാവരും അവിടെ ഇരുത്തിയിട്ടുണ്ട് തോന്നുന്നു. ഒക്കെ ഇങ്ങനെ ചാടി കളിക്കാൻ അതിൻ്റെ ഉള്ളിൽ ഇപ്പം തന്നെ കേട്ടോ. പിന്നെ ഞങ്ങളൊപ്പം തന്നെ പോകുന്നു. ഇവനിങ്ങനെ ധൃതി പറഞ്ഞിട്ട് ഞങ്ങൾ വേഗം പോകുന്നു. പിന്നെ ഈ വീഡിയോ ബസ്സിൽ നിന്ന് ടീച്ചർ വീഡിയോ ഇട്ടെന്നായിരുന്നു കേട്ടോ. എല്ലാവരും കളിക്കണ പാട്ടൊക്കെ ഇട്ട് കളിക്കണ വീഡിയോ ആണ് കേട്ടത്. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മൾ വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.